Hi everyone, എൻ്റെ പേര് നിഷ ആൻഡ് വെൽക്കം ടു നിഷ് ടേൽസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹോം ഡെക്കോറുമായിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രണ്ട് സൈഡിലും ഞാൻ എന്തിനാ ഈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നതെന്ന്. അതെ, ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു ഹോം ഡെക്കോറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ കണ്ടോ, നിങ്ങൾ ഈ കാണുന്ന ഈ ഡ്രൈ ഫ്ലവേഴ്സ് എല്ലാം ഇവിടെയൊക്കെ കാണുന്ന ഈ ഡ്രൈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഡ്രൈ ചെയ്തെടുത്ത് ഇതിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രൈ ചെയ്തെടുത്ത റോസ് ഫ്ലവേഴ്സ്. കണ്ടോ, ഇത് ഏകദേശം ഒരു 7 years ബാക്ക് ചെയ്തതാണ്. ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിലിരിക്കുന്ന ഈ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ പല വർഷത്തിൽ ഡ്രൈ ചെയ്തെടുത്തതാണ്. ഈ ഇരിക്കുന്ന ഫ്ലവേഴ്സ് ഈ വർഷത്തെ വാലന്റൈൻസ് ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. കുറച്ച് ദിവസം ഫ്രഷ് ആയിട്ട് അകത്ത് വെച്ചു. പിന്നെ അത് കുറച്ച് വാടി തുടങ്ങിയപ്പോൾ ഞാനത് ഡ്രൈ ചെയ്ത് എടുത്തതാണ്. അപ്പൊ ഈ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഈ ഫ്ലവേഴ്സ് വാങ്ങിച്ചതൊന്നുമല്ല. ഓരോ ഒക്കേഷനിലും കിട്ടുന്ന ഗിഫ്റ്റ് ഡ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഞാനിപ്പോ ചെയ്തേക്കുന്നത് ഓൺലി റോസസും കുറച്ച് ലീവ്സും മാത്രമാണ്. നമ്മൾ മറ്റ് ഫ്ലവേഴ്സും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് എടുക്കാമായിരിക്കും. ഞാൻ ഇതുവരെയും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഇത് കണ്ടോ, ഈ ലീവ്സ് ഇത് ഡ്രൈ ചെയ്തെടുത്ത് നമ്മൾ കളർ ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്കും നല്ല റോസ് ഫ്ലവേഴ്സ് എടുത്ത് ഡ്രൈ ചെയ്ത് നല്ലൊരു ഹോം ഡെക്കോർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ എങ്ങനെയാ ഈ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ കുറേ കാലം ഇത് നിൽക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫ്ലവേഴ്സ് നമുക്ക് വെള്ളത്തിൽ വെച്ച് കുറച്ച് ദിവസം ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ വെക്കാം. അത് വാടിത്തുടങ്ങുമ്പോൾ, അതായത് ഒത്തിരി വാടാൻ നിൽക്കരുത്, കുറച്ചേശ്ശെ വാടി തുടങ്ങുമ്പോൾ നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് കറക്റ്റ് പാകമായിരിക്കും. ഇപ്പം ഈ ഫ്ലവേഴ്സ് നോക്കിയാൽ അറിയാം, അതിനൊരു വാട്ടം തട്ടിയിട്ടുണ്ട്. ഞാൻ സാധാരണ ചെയ്യാറ് ഒരു 5 ഫ്ലവേഴ്സ് ഒന്നിച്ച് കെട്ടിയെടുക്കും. ഇപ്പം എൻ്റെ കയ്യിൽ 10 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 സെറ്റായിട്ട് എടുത്തു. ഫ്ലവേഴ്സിന് നല്ല സ്മെല്ലും ഒരു സ്റ്റിഫ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഇല്ലെങ്കിൽ അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഓരോ സെറ്റും ഹാങ് ചെയ്തിടണം. ഇപ്പം ഞാൻ ഹാങ് ചെയ്തിരിക്കുന്നത് ഡോറിലാണ്. എന്നിട്ട് നമ്മൾ ഓരോ ഫ്ലവേഴ്സും ശ്രദ്ധിക്കണം. ആ ഫ്ലവേഴ്സ് ഒരിക്കലും ആ പൂവിൻ്റെ അടിഭാഗം ചെരിഞ്ഞിരിക്കരുത്. ചെരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഫ്ലവർ ഇങ്ങനെ താഴേക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കും. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം ഫ്ലവേഴ്സ്. അപ്പോൾ എല്ലാ ദിവസവും ആദ്യത്തെ 1 വീക്ക് എല്ലാ ദിവസവും ഓരോ ഫ്ലവറും ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഓരോന്നും എടുത്ത് അത് സ്ട്രെയിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം. സാധാരണ നമുക്കൊരു 2 വീക്സ് മതി ഈ ഫ്ലവർ നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട്. പക്ഷെ ഞാനൊരു 3 വീക്സ് വരെ വെയിറ്റ് ചെയ്തിട്ടേ ഫ്ലവർ പുറത്തെടുക്കാറുള്ളൂ. ഇപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് 2nd വീക്കാണ്. ഇത് 3rd വീക്ക് കഴിഞ്ഞു. ഇപ്പം നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിച്ചെടുക്കാം. ഇനി ഈ ഡ്രൈ റോസ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രൈ ലീവ്സോ അല്ലെങ്കിൽ വേറെ അതർ ഫ്ലവേഴ്സോ ആയിട്ട് മിക്സ് ചെയ്തോ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ നിങ്ങൾക്കും നല്ല റോസ് ഫ്ലവേഴ്സ് എടുത്ത് ഡ്രൈ ചെയ്ത് നല്ലൊരു ഹോം ഡെക്കോർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു വർക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.